അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റബീഉൽ അവ്വൽ മാസം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 12-ന്റെ അന്ന് സുബ്ഹിയോടടുത്ത സമയം ജനിച്ചു. ആ സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. തങ്ങൾ ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രകാശം കൊണ്ട് വെളിച്ചം പടർന്നതുകൊണ്ട് പല ആളുകളും അതിനെക്കുറിച്ച് യൗമ് എന്ന് പറയുന്നു എന്നാണ് നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന പാഠം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇരുട്ടൊക്കെ നീങ്ങി പ്രകാശം പരക്കുകയാണ്. അപ്പോൾ പ്രഭാതം ആയതുപോലെ എല്ലാവർക്കും അനുഭവപ്പെടുകയാണ്. അത്രക്കും മഹത്തരമുള്ള ഒരു ജനനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവിടത്തെ കുറിച്ച് പറയുക, പാടുക എന്നുള്ളതിനെല്ലാം പ്രതിഫലമുണ്ട്, മഹത്വമുണ്ട്. പ്രത്യേകിച്ച് ബുർദയുടെ മജ്ലിസാകുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സ്നേഹജനങ്ങളോടും പെടുത്താനുള്ളത്, ബുർദ വളരെ മഹത്തായ ഒരു കാവ്യമാണ്. ആ കാവ്യം രചിച്ചത് ആസ്വദിക്കാനല്ല, മറിച്ച് ആ കാവ്യം മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹുവിന്റെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ നിന്ന് സ്നേഹം കൊണ്ട് സ്ഫുരിച്ചതാണ്. ഇന്ന് നമ്മൾ അതൊരു ആസ്വാദനമാക്കി മാറ്റുന്നോ എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ആസ്വദിക്കാനുള്ളതല്ലത്. അത് മനസ്സിന്റെ അടിത്തട്ടിൽ കിടന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് വർദ്ധിക്കാനും തബറുക്ക് ലഭിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചൊല്ലേണ്ടത്. അതുകൊണ്ട് മജ്ലിസിലിരിക്കുന്നവർ ബുർദയുടെ മജ്ലിസ്, മൗലിദിന്റെ മജ്ലിസൊക്കെ വളരെ അദബോടുകൂടെ ഇരിക്കേണ്ടുന്ന മജ്ലിസാണ്. ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ, സംസാരിക്കാതെ ആ ചൊല്ലുന്നതിന്റെ കൂടെ ചൊല്ലി അത് എങ്ങനെയാണോ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു രചിച്ചത് അത് ചൊല്ലുക. ആ മജ്ലിസിനാണ് ബറക്കത്ത്. ദുആക്ക് ഇജാബത്ത് അവിടെയാണുള്ളത്. നമുക്കൊരുപാട് മദ്ഹുകൾ പാടാനുണ്ടാകും, പാട്ട് പാടാനുണ്ടാകും, ഒക്കെ ഉണ്ടാകും. അത് ബുർദയുടെ ഇടയിൽ കടത്തി കൂട്ടുക എന്നുള്ളത് എല്ലാ സ്ഥലത്തും അദബുകേടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പൊതു തത്വമാണ്. ഒരു മഹാൻ ഒരു കാവ്യം അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് രചിച്ചാൽ അത് അങ്ങനെ തന്നെ വേണം. കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് പാട്ട് പാടാം, വല്ലതും ചൊല്ലാം. അതല്ലാതെ അതിൻ്റെ അദബ് അത് തന്നെ നമ്മൾ എപ്പോഴും പാലിച്ചാലാണ് നമുക്കതിൻ്റെ ബറക്കത്ത് ലഭിക്കുക എന്ന് എല്ലാവരും മനസ്സിലാക്കണം. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് പല നിലക്കുമുള്ള പാട്ട് കച്ചേരികൾ നടക്കുകയാണ്. അതിൽ എന്തൊക്കെയാണ് പാടുന്നതെന്ന് പാടുന്നവനും അറിയില്ല, കേൾക്കുന്നവനും അറിയില്ല എന്ന രൂപത്തിൽ ശരിക്കും ചില പാട്ടുകളൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവഹേളിച്ചു പോകുന്നു എന്ന് വരെ സംശയിക്കുന്ന രൂപത്തിലാണ് ഈ അടുത്തൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചെറിയ വിഷയങ്ങളല്ല. അപ്പൊ നമ്മൾ ഈ ചൊല്ലുന്നത് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹമുണ്ടാവണം, ഇതുകൊണ്ട് എനിക്ക് ആഖിറം രക്ഷപ്പെടണം, ബറക്കത്ത് ലഭിക്കണം എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കണം നമ്മുടെ ചൊല്ലലൊക്കെ. ഇവിടെ കൂടിയവരൊക്കെ ആ രൂപത്തിലുള്ളതാണ്. എന്നിരുന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. സദസ്സിനിടയിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലോ അനാവശ്യ സംസാരങ്ങളോ ഒന്നും നമ്മിൽ ഉണ്ടായിക്കൂടാ.